സല്യൂട്ട് സുഹൃത്തുക്കളെ. തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷത്തെ CPMന്റെ ദുർഭരണത്തിന് ശേഷം 7 മാസം മുമ്പ് BJP തിരഞ്ഞെടുപ്പിലൂടെ ജനവിധിയിലൂടെ പിടിച്ചെടുത്തല്ലോ. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർഷം വീതം തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസും ഒക്കെ ഭരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് മുടിഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു നഗരസഭയായിരുന്നു തിരുവനന്തപുരം നഗരസഭ. തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ മടുത്തിട്ടാണ് എല്ലാവരും കൂടെ ചേർന്ന് BJPയെ അധികാരത്തിൽ കൊണ്ടുവന്നത്. പക്ഷേ BJP ഭരണം ഏറ്റെടുത്ത് BJPയുടെ ഒരു മേയർ വന്നതിന് ശേഷം എല്ലാ വിധത്തിലും വളരെ വലിയ അപവാദ പ്രചരണവും എങ്ങനെയും BJPയെ താഴെ ഇറക്കണം എന്നുള്ള ഒരു വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയുമാണ് കാണാൻ സാധിക്കുന്നത്. കമ്മ്യൂണിസ്റ്റാണ് ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷം. അവർക്ക് 29 സീറ്റുകളുണ്ട്. പക്ഷേ 20 അംഗങ്ങളുള്ള കോൺഗ്രസ്സുകാരാണ് കുറച്ചുകൂടെ കൂടുതൽ വാശിയോടുകൂടി പെരുമാറുന്നത്. കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു ഈ 2025 ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു വന്നേക്കും എന്ന്. പക്ഷേ 19 സീറ്റായിരുന്നു ആദ്യം കിട്ടിയത്. പിന്നെ വിഴിഞ്ഞത്ത് ഒരു ഉപതിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അതിൽ കോൺഗ്രസ്സിന് 1 കിട്ടി. അങ്ങനെ 20 പേരിപ്പോൾ അംഗങ്ങളായിട്ടുണ്ട്. 101 അംഗങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. അതിൽ 50 പേര് BJPക്കാരും ഒരു ഇൻഡിപെൻഡൻ്റ് ആയി നിന്ന കാൻഡിഡേറ്റ് BJPയുടെ ഒപ്പം ചേർന്നിട്ടുമുണ്ട്. കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നിങ്ങൾ കാണുന്ന കാര്യം, രണ്ടാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഇപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിനൊരു വലിയ കാരണമുള്ളത് അത്രയ്ക്ക് വൃത്തികെട്ട കാര്യങ്ങളാണ് ഇടതിൻ്റെയും വലതിൻ്റെയും ഭാഗത്ത് നിന്ന് ഒരുമിച്ച് ഭരണത്തിനെതിരെ ഉണ്ടാകുന്നത്. ജനവിധിയാണ്, ജനങ്ങളുടെ ആഗ്രഹം കൊണ്ടാണ് BJP ഇപ്പോൾ നഗരസഭാ ഭരണത്തിലിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ അത് താഴെ ഇറക്കാനായി വലിയ കളികൾ നടക്കുന്നത് സുഗതൻ്റെ അറസ്റ്റിലൂടെ നിങ്ങൾ കണ്ടു കാണും. ആർ സുഗതൻ എന്ന് പറയുന്ന വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ വളരെ ചുറുചുറുക്കുള്ള മിടുക്കനായിട്ടുള്ള ഒരു യുവ നേതാവാണ്. അദ്ദേഹം പെട്ടെന്ന് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയും നാട്ടുകാർക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം എതിർത്തിരുന്നത് വാഴോട്ടുകോണം വട്ടിയൂർക്കാവ് ഭാഗങ്ങളിലുള്ള CPMകാരെയായിരുന്നു. പ്രത്യേകിച്ച് മുൻ MLA ശ്രീ VK പ്രശാന്ത്. അദ്ദേഹവുമായിട്ട് കുറച്ചധികം ഇടഞ്ഞ് സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ CPMകാർക്കും മുൻ MLAയ്ക്കും ഒക്കെ സുഗതനോട് വലിയ വിരോധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുഗതൻ കൊച്ചു വീഡിയോസൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ ശ്രീ VK പ്രശാന്ത് നടത്തിയിരുന്ന അഴിമതികൾ അക്കമിട്ട് നിരത്തി പറയുമായിരുന്നു ഓരോന്നായിട്ട്. അപ്പോൾ അതിൽ പ്രകോപിതനായ മുൻ MLA ആണ് വട്ടിയൂർക്കാവ് പോലീസിനെ കൊണ്ട് സുഗതനെതിരെ നിരന്തരം കേസുകൾ എടുപ്പിച്ചിരുന്നത്. കാപ്പ കേസിൽ നേരത്തെയും ഒരു പ്രതിയായി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സുഗതൻ. ഓരോ പ്രാവശ്യം കാപ്പ കേസിൽ പ്രതിയാവുമ്പോഴും അത് കരുതൽ തടങ്കലിൽ വെക്കണം എന്ന് പറഞ്ഞ് അവർ ശുപാർശ സമർപ്പിക്കും, ബോർഡ് അത് നിരസിക്കും. അങ്ങനെയായിരുന്നു ചെയ്തു പോന്നിരുന്നത്. കാരണം അതിനുള്ള തക്കതായ കാരണങ്ങളില്ല. എല്ലാ ചെറിയ പോലീസ് സ്റ്റേഷൻ മാർച്ചുകളും എല്ലാ ചെറിയ വഴക്കുകളും വലിയ സെക്ഷൻസ് ഇട്ട്, അതായത് വധശ്രമം പോലെയുള്ള വലിയ സെക്ഷൻസ് ഇട്ടുകൊണ്ടാണ് കേസെടുത്തിരുന്നത്. എന്നിട്ട് CPMന്റെ അനുകൂലികളെ കൊണ്ട്, അനുഭാവികളെ കൊണ്ട് അവർ പറയിപ്പിക്കും സുഗതൻ വലിയ ഗുണ്ടയാണ് എന്ന് പറയിപ്പിക്കും. സുഗതൻ ഗുണ്ടയൊന്നുമല്ല. അദ്ദേഹം വളരെ നല്ല ഒരു ജനപ്രതിനിധിയാണ്, ജനസേവകനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. കേരള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിനെയാണ് കാപ്പ എന്ന് പറയുന്നത്. കാപ്പ എന്ന് പറയുന്ന നിയമം തന്നെ കൊണ്ടുവന്നത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഗുണ്ടകളും അല്ലാത്ത മാഫിയകളും, പെയ്ഡ് ഗുണ്ടകൾ, അതായത് കാശ് കൊടുത്ത് കൊട്ടേഷൻ എടുത്ത് ചെയ്യിപ്പിക്കുന്ന ഗുണ്ടകളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ എല്ലാ നിയമങ്ങളെ എന്ന പോലെ അത് വളച്ചൊടിച്ച് ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വിധേയമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സുഗതന്റെ കേസുകൾ അന്യായമായ കൂട്ടം കൂടുക, ബഹളം വെക്കുക, ചില വാക്കുകൾ ഉപയോഗിക്കുക, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുക, അവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കുക, പൊതുമുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ വളരെ ചെറിയ ജാമ്യം എടുക്കാൻ പറ്റുന്ന കുറ്റം ആണ് സുഗതൻ ചെയ്തിട്ടുള്ളതെല്ലാം. അതിനോടൊപ്പം ചില കേസുകളിൽ വധശ്രമവും കൂടി അവർ കയറ്റി. വലിയ വകുപ്പാണ് വധശ്രമം. അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാൻ പറ്റാത്ത കേസാണ്. അതിലെ ഒരു കേസെന്ന് പറയുന്നത് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടായി. ഒരു സ്ത്രീയുടെ നേരെ അതിക്രമം കാണിക്കുകയും ആ പ്രതിയെ പിടിക്കുന്നതിന് പകരം പരാതി കൊടുത്ത സ്ത്രീയുടെ ഭർത്താവിനെ പിടിച്ച് അടിച്ച് ചതച്ച് ഉപദ്രവിച്ച് പോലീസ് അയാൾക്കെതിരെ കേസെടുത്ത ഒരു സംഭവമുണ്ട്.
ആ കേസിൽ ഒരുപാട് പേർ ആ പള്ളിയുടെ മുന്നിൽ തടിച്ചുകൂടി. ഈ കൂട്ടത്തിൽ സുഗതനും കൂടെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് സുഗതനെതിരെയും വധശ്രമ കേസ് വന്നു. അതാണ് ആദ്യത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതിനിടയിൽ ഗാനമേളയ്ക്ക് വന്നിരുന്ന ഒരു ട്രൂപ്പിനോട് CPMക്കാർ പറഞ്ഞു ഈ ഭക്തിഗാനം പാടാതെ സിനിമാ ഗാനങ്ങളും റാപ്പ് പാട്ടും ഒക്കെ പാടണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചത് തടയാനായി പോയ കൗൺസിലർ പോയി തടഞ്ഞ് അപ്പോൾ ഉണ്ടായ അടിപിടിയിൽ 2-3 പേർക്ക് പരിക്കേറ്റു. അത് പരിക്കേറ്റ ഒരു CPM പ്രവർത്തകൻ പോയി പറഞ്ഞു എന്നെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അതും വധശ്രമ കേസായി. അങ്ങനെ 2 വധശ്രമ കേസായപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. കാരണം 2 വധശ്രമ കേസുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാപ്പ വെച്ചിട്ട് ഒരു കേസെടുത്ത് ആളെ കരുതൽ തടങ്കലിൽ വെക്കാം. അപ്പം അങ്ങനെ സുഗതനെ അറസ്റ്റ് ചെയ്തത് കാപ്പ കേസിലാണ് ആദ്യം. നിങ്ങൾ അറിഞ്ഞല്ലോ, ആദ്യം വീട്ടിൽ പോയി പോലീസ് അർദ്ധരാത്രിയിലെ മാനത്തേക്ക് വെടിവെച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് സുഗതനെ വലിച്ചഴച്ച് പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്. അത് വധശ്രമ കേസിലുള്ള അറസ്റ്റ് ആയിരുന്നില്ല. ആ കേസ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആ 2 കേസിലും സുഗതന് കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ സുഗതൻ ഇപ്പോൾ ക്രിമിനൽ കേസുകളിലെല്ലാം ജാമ്യത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ്. കള്ളക്കേസാണ്, അത് വെറുതെ എഴുതിയ കേസുകളാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ടായിരിക്കും കോടതി അത് ജാമ്യം കൊടുത്തു. പക്ഷേ കാപ്പ കേസ് എന്ന് പറയുന്നത് 6 മാസത്തേക്കുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ, ഭാവിയിൽ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് 6 മാസത്തെ ഉത്തരവിട്ട് വെച്ചിരിക്കുകയാണ്. അത് കളക്ടറാണ് ഉത്തരവിട്ടത്. ഏത് സ്ഥലത്താണോ ഒഫൻസ് നടന്നത് അവിടെ പാർപ്പിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ സുഗതനെ വെക്കാതെ തൃശ്ശൂർ വിയ്യൂരുള്ള സെൻട്രൽ ജയിലിൽ അതിസുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വേണമെന്ന് വിചാരിച്ചാൽ പരോള് കൊടുക്കാം. കാപ്പയുടെ അഡ്വൈസറി ബോർഡുണ്ട്, മുകളിലുള്ള ഏജൻസികളുണ്ട്, അവർക്ക് ആ കരുതൽ തടങ്കൽ റദ്ദാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ സർക്കാർ വളരെ ഉറച്ച് സുഗതന് ജാമ്യം കൊടുക്കാൻ പാടില്ല, 6 മാസം ജയിലിൽ കിടക്കണം, കാപ്പ കേസിൻ്റെ തടവ് ശിക്ഷ മുഴുവനും അനുഭവിക്കണം എന്നുള്ളൊരു വാശിയുടെ പുറത്താണ് സുഗതൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, സുഗതനെ കാപ്പ കേസിൽ പെടുത്തിയതും കള്ളമായി വധശ്രമ കേസുകൾ ഉണ്ടാക്കി എടുത്തതുമൊക്കെ VK പ്രശാന്ത് ആണെങ്കിൽ ഇപ്പോൾ സുഗതനെ കാപ്പ കേസിൽ പുറത്തു വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് കോൺഗ്രസ് ആണ്. അതായത് ശ്രീ ശബരിനാഥ്, അദ്ദേഹമാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബഹളം വെക്കുന്നത്. നമ്മുടെ സഭയിൽ വന്നാലും കാണാൻ പറ്റും, അദ്ദേഹം വളരെ ഉറക്കെ വളരെ ഉച്ചത്തിൽ പറയുന്നുണ്ട് സുഗതൻ എന്നുള്ള ഒരാളെ ഇവിടെ കയറാൻ ഇനി അനുവദിക്കില്ല, അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം റദ്ദാക്കണം എന്ന് പറഞ്ഞ് സുഗതനെതിരെ നടക്കുന്ന സകല ആക്ടിവിറ്റീസിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്നത് ദീപക് എന്ന് പറഞ്ഞ CPMൻ്റെ നേതാവല്ല, അദ്ദേഹമാണ് ശരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷെ അദ്ദേഹമല്ല അത് ചെയ്യുന്നത്, കൂടുതൽ ചെയ്യുന്നത് ശബരിയാണ്. ശബരിനാഥിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് CPMക്കാർ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ രാഷ്ട്രീയമായിട്ട് എതിർചേരിയിൽ നിൽക്കുന്നവരാണ് എന്ന് കേരളത്തിലൊരു ധാരണയുണ്ടല്ലോ. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ 7 മാസമായിട്ട് കാണുന്നത് അതാണ്. കോൺഗ്രസ് അംഗങ്ങളും കമ്മ്യൂണിസ്റ്റ് അംഗങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഒരുമിച്ച് BJPക്കെതിരെ പൊരുതുന്നത്. 3 സഭകളിൽ അനുവാദമില്ലാതെ അടുപ്പിച്ച് വരാതിരുന്നാൽ ഒരു കൗൺസിലറിൻ്റെ അംഗത്വം റദ്ദായി പോകും എന്നൊരു പ്രൊവിഷനുണ്ട്. അത് മുനിസിപ്പാലിറ്റി ആക്ടിലുള്ളതാണ്. ഈ വർഷം ഏപ്രിലിൽ കൂടിയ കൗൺസിലിൽ സുഗതൻ പങ്കെടുത്തിരുന്നു. എന്നാൽ മേയിലും ജൂണിലും കൂടിയ കൗൺസിലുകളിൽ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് വരാൻ സാധിച്ചില്ല. അതിനിടെ മറ്റൊരു വിവാദം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈശ്വരനാമത്താൽ അല്ലെങ്കിൽ ദൃഢശപഥം ചെയ്യുന്നു എന്നതിന് പകരമായിട്ട് പല ദൈവങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട് ചില അംഗങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ അവകാശമില്ല, അവരുടെ അംഗത്വം റദ്ദാക്കണം എന്ന് പറഞ്ഞൊരു പരാതി പ്രതിപക്ഷം ഹൈക്കോടതിയിൽ കൊടുത്തിരുന്നു. നേരത്തെ കളക്ടർക്ക് കൊടുത്തു, കളക്ടർ അത് തള്ളി. അതിനുശേഷമാണ് കോടതിയിൽ പോയത്. അപ്പോൾ കോടതി പറഞ്ഞു ഇത് അംഗത്വം റദ്ദാക്കാനൊന്നും പറ്റില്ല, അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്നൊരു ഉത്തരവ് കിട്ടി. കാരണം ജനം തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്, അപ്പോൾ ജനഹിതം എന്ന് പറഞ്ഞ് മാനിക്കണം. അപ്പോൾ അതുകൊണ്ട് സത്യപ്രതിജ്ഞയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ആ സത്യപ്രതിജ്ഞ വീണ്ടും ചെയ്താൽ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പലരും അത് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുകയും സുഗതന് ജയിലിലായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്തു. അപ്പോൾ അതിനും ഒരു കേസ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ വിധി സുഗതന് തീർച്ചയായിട്ടും ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാം, പരോള് കൊടുക്കാനോ അവധി കൊടുക്കാനോ പറ്റില്ല എന്ന് സർക്കാർ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധിക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ജയിൽ അന്തരീക്ഷത്തിൽ അത് സാഹചര്യം ഒരുക്കണം എന്ന ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സുഗതൻ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങനെ ആ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുഗതൻ ഏകദേശം 500ഓളം വോട്ടിന് ഭൂരിപക്ഷവും കിട്ടി വന്നയാളാണ്. ഈ കാപ്പ കേസ് മറ്റ് കേസുകളൊക്കെ സുഗതനെതിരെ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ജനങ്ങൾ സുഗതനെ കൗൺസിലറായിട്ട് തിരഞ്ഞെടുത്തത്.
അതിനുശേഷം വന്ന കാര്യങ്ങൾക്ക് അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നിപ്പോഴും വാഴോട്ടുകോടത്തെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും സുഗതൻ്റെ കൂടെ നിൽക്കുന്നത്. സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വെറും ഒരു കൗൺസിലർ മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ജനപ്രതിനിധിയായി മാറി. ഈ പോലീസുകാരുടെ അറസ്റ്റ് കൊണ്ടും CPMൻ്റെയും കോൺഗ്രസിൻ്റെയും എതിർപ്പ് കൊണ്ടും ഒക്കെ ജനഹൃദയങ്ങളിൽ ഒരു സിനിമാ നായകനെയൊക്കെ പോലെ സുഗതൻ ഇപ്പോൾ കുടികൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സുഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയൊരു ഹരമാണ്. പൊതുവെ അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജൂലൈ മാസത്തെ കൗൺസിൽ മീറ്റിംഗ് കൂടിയത് ജൂലൈ 31-ാം തീയതിയായിരുന്നു. അന്ന് തീർച്ചയായിട്ടും സുഗതന് വരാൻ സാധിക്കുകയായിരുന്നില്ല. കാരണം അവധി കൊടുക്കാൻ സർക്കാർ വിസമ്മതിച്ചു. ജയിൽ അധികാരികൾ പറഞ്ഞു ഇനി അവധി കിട്ടില്ല. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ വിചാരിച്ചത് ജൂലൈ 31-ാം തീയതി വലിയൊരു ബഹളമുണ്ടാക്കി സുഗതൻ്റെ പേരിൽ നമുക്ക് വിജയിച്ച് കയറാം, ഈ നഗരസഭയെ നമുക്ക് താഴെ ഇറക്കാം എന്നൊക്കെയുള്ള ഒരു ചിന്തയോടുകൂടി വളരെ സന്തോഷമായിട്ട് വന്നതാണ് പലരും. ഇവരെല്ലാവരും കയ്യിൽ പ്ലക്കാർഡും ബാക്കി കാര്യങ്ങളും ഒക്കെ കരുതിക്കൊണ്ട് തന്നെയാണ് വന്നത്. എന്തൊക്കെ ചെയ്യണമെന്ന് മുന്നേ കൂട്ടി തീരുമാനിച്ചും വെച്ചിരുന്നു. മീറ്റിംഗ് തുടങ്ങി. തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ കെട്ടിടത്തെക്കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഒരു എഞ്ചിനീയർ വന്ന് നടത്തി. ആ സമയം അത്രയും ഈ പ്രതിപക്ഷത്ത് ഇരുന്നിങ്ങനെ ഒരു വെപ്രാളം കാണുന്നുണ്ടായിരുന്നു. ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്താണ് ശബരിനാഥും പിന്നെ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കളും പിന്നെ അപ്പുറത്തോട്ടുള്ള CPM CPI നേതാക്കളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരവും ഇതെന്താണ് നടക്കുന്നത്, നമുക്ക് എഴിക്കണോ വേണ്ടയോ എന്നൊക്കെ. പക്ഷേ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഫുള്ളായിട്ട് നടന്നു കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടെ ചാടി എണീറ്റു. മേയർ പറഞ്ഞു ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കാതെ ബഹളം വെച്ചു. അതിൻ്റെ ഇടയിലൂടെ മേയർ പറഞ്ഞു നമുക്കിത് സഭയിൽ വോട്ടിട്ട് തീരുമാനിക്കാം, കൂടാതെ നിങ്ങളുടെ തന്നെ സർക്കാർ, അതായത് ശബരിനാഥിൻ്റെ തന്നെ UDF സർക്കാർ ഇറക്കിയ ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരോൾ നൽകാനോ അവധി നൽകാനോ സാധ്യതയില്ലെങ്കിൽ പോലും അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ കൗൺസിലിൽ വെച്ച് ലീവ് സാങ്ഷൻ ചെയ്തെടുക്കാവുന്നതാണ് എന്നൊരു കത്ത് ഹോം ഡിപ്പാർട്ട്മെന്റ് സുഗതൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. മേയർ അത് ഉയർത്തിപ്പിടിച്ച് കാണിച്ചുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വോട്ടിന് പറഞ്ഞപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്ന ഒരു കൗൺസിലറും കൂടെ ചേർന്ന് സുധീഷ് എന്ന് പറഞ്ഞ കോൺഗ്രസ് വിമതനായി ജയിച്ചു വന്ന കൗൺസിലറും കൂടെ കൈപൊക്കി. 50 കൗൺസിലർ, മേയറുടെ കാസ്റ്റിംഗ് വോട്ട്, അങ്ങനെ ആ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ സുഗതൻ്റെ അവധി പാസ്സാക്കുകയായിരുന്നു ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഞെട്ടിപ്പോയി. കാരണം അവരിങ്ങനെ സർക്കാർ ഒരു കത്ത് സുഗതന് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. ജൂലൈ 20-ാം തീയതി ഡേറ്റ് ചെയ്ത ഒരു സർക്കാർ കത്തായിരുന്നു അത്. ഈ കത്ത് ഇവരാരും അറിഞ്ഞതല്ല. പക്ഷേ മേയർ ആ ഒരു മീറ്റിങ്ങിനിടയിൽ അത് ഉയർത്തി കാണിച്ചപ്പോൾ മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽ അത് വന്നത്. സുഗതൻ ഈ സഭയിൽ ഇനിയും കാല് കുത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കൗൺസിലർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുകയും അദ്ദേഹം ഇത് വളരെ ഉച്ചത്തിൽ പത്രക്കാരോട് പറയുകയും ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ സ്വാധീനത്താലാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല, മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഒക്കെ കൂടെ ചേർന്ന് ഈ ഉത്തരവിറക്കിയ ഒരു ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലക്കെട്ടി വെക്കണമല്ലോ. അപ്പോൾ ഇത് സംഭവിച്ചത് സുഗതൻ ജയിലിൽ നിന്നുകൊണ്ട് സൂപ്രണ്ട് വഴി ഒരു കത്തെഴുതി എനിക്ക് അവധി തരണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ അംഗത്വം സംരക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം തരണം എന്ന് പറഞ്ഞ് സുഗതൻ എഴുതി കൊടുത്ത കത്ത് ജയിലിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് കൈമാറി. ആഭ്യന്തര വകുപ്പ് അതിൻ്റെ നിയമവശം ചോദിച്ചുകൊണ്ട് തദ്ദേശ വകുപ്പിന് കൈമാറി. തദ്ദേശ വകുപ്പിൽ ഇതിനെക്കുറിച്ച് ആക്ട് അനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കിയപ്പോൾ ആക്ടിനകത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ആക്ട് 91K പിന്നീടുള്ള ഒരു അനുബന്ധ ചട്ടത്തിൽ പറയുന്നുണ്ട് കൗൺസിലിൽ ഇത് പാസ്സാക്കാം എന്നും കൗൺസിലിൻ്റെ അനുവാദമുണ്ടെങ്കിൽ 6 മാസത്തേക്ക് ഒരു അംഗത്തിന് മാറി നിൽക്കാം എന്നും. ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ഈ ചട്ടം ഇതാണ്, നിയമം ഇതാണെന്നുള്ളത് അറിയായിരുന്നു. അതുകൊണ്ട് ആ നിയമ ബലത്തിലാണ് ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പിൽ കൊടുക്കുകയും ആഭ്യന്തര വകുപ്പ് കത്ത് തയ്യാറാക്കി സുഗതൻ അയച്ചു കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ നിയമപരമായി യാതൊരു തെറ്റുമില്ല. ഡോക്ടർ ചിത്ര അരുണിമ എന്ന അണ്ടർ സെക്രട്ടറി ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. നിയമപരമായി മാത്രമാണ് കുറിപ്പെഴുതി നൽകിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങാൻ കാരണമായതും. ചില വ്യക്തികളുടെ താല്പര്യപ്രകാരം മാത്രമാണ് ആ ഒരു ഉത്തരവ് ഇപ്പോൾ മാറ്റി സർക്കാർ വേറൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സുഗതന് യാതൊരു വിധത്തിലും ഒരവധിക്കും അർഹത ഉണ്ടായിരിക്കുന്നില്ല എന്ന്. 31-ാം തീയതി ഓൾറെഡി ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സുഗതന് അവധി അംഗീകരിച്ചു കൊടുത്തു. 6 മാസത്തേക്ക് സുഗതൻ വന്നില്ലെങ്കിലും അംഗത്വം പോകില്ല എന്ന നിലവിൽ ഒരു ചട്ടം വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പുറത്ത് സർക്കാർ എന്ത് ഉത്തരവിട്ടാലും
അത് ഇൻഫ്രക്ച്വസ് ആണ്, നൾ ആൻഡ് വോയിഡ് ആണ്, അതിന് നിലനിൽപ്പില്ല. അപ്പോൾ സർക്കാർ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉത്തരവിന് സുഗതൻ്റെ അംഗത്വത്തെ അത് ബാധിക്കാൻ പോകുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ BJP ഭരണത്തെയും അത് ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല. പറ്റിയത് എന്താണ്? പാവം ഒരു അണ്ടർ സെക്രട്ടറി ഒരു സ്കേപ്പ് ഗോട്ടായി മാറി. ആരെയെങ്കിലും സസ്പെൻഡ് ചെയ്യണമല്ലോ, ആരുടെയെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കണമല്ലോ. അപ്പോൾ ആരുടെ തലയിൽ കെട്ടിവെക്കണം എന്ന് നോക്കിയപ്പോൾ വളരെ ജൂനിയറായിട്ടുള്ള KS പരീക്ഷ മിടുക്കിയായിട്ട് എഴുതി 6ാം റാങ്ക് കരസ്ഥമാക്കിയ ഡോക്ടർ ചിത്ര P. അരുണിമയെ സസ്പെൻഡ് ചെയ്താൽ തൽക്കാലത്തേക്കൊരു രക്ഷ കിട്ടും, നമ്മുടെ അണികളൊക്കെ ഒന്ന് സമാധാനിച്ചിരിക്കും എന്നുള്ള ഒരു കാര്യത്തിനാണെന്ന് തോന്നുന്നു അത് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ തീർച്ചയായിട്ടും അത് നിലനിൽക്കില്ല. കാരണം ചിത്ര ഒരു തെറ്റും ചെയ്തിട്ടില്ല, സത്യസന്ധമായി നിയമപരമായ വോട്ട് മാത്രമാണ് എഴുതി കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിൽ ഉള്ള ഭരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ തുടർഭരണം മാത്രമാണ്. അത് തിരുവനന്തപുരം നഗരസഭയുടെ കാര്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണോ കമ്മ്യൂണിസ്റ്റുകാർ തുടങ്ങി വെച്ചത്, അതായത് VK പ്രശാന്തും VK പ്രശാന്തിൻ്റെ സംഘവും കൂടെ തുടങ്ങി വെച്ചിരുന്ന ഈ കാപ്പ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനും അതിന് സുഗതനെതിരെ തിരിയാനും ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇപ്പോൾ ശബരിനാഥും കോൺഗ്രസ്സുകാരുമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ നിന്നുകൊണ്ട് യോജിച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ BJPക്കെതിരെ പൊരുതുന്നത്. പക്ഷേ ഇതെന്തൊരു ന്യായമാണ് എന്ന് ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങൾ കേട്ടിട്ടില്ലേ ഫസൽ കൊലപാതക കേസ്? ആ ഫസൽ കേസിൽ 3 പ്രതികളാണുള്ളത്. ഒന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായ കൊടിസുനി, അത് കഴിഞ്ഞ കാരായി രാജൻ, അത് കഴിഞ്ഞ കാരായി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ. ഈ കാരായി രാജൻ MLA ആയിട്ട് ഇപ്പോഴും തുടരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ ഒരു പഞ്ചായത്ത് മെമ്പറോ പ്രസിഡൻറ്റോ ആയിട്ട് ഇപ്പോഴും തുടരുന്നു. ഇവർക്കെതിരെ ഒന്നും ആരും പറയാത്തത് എന്താ? കോൺഗ്രസ്സുകാരെന്താണ് ഇവർക്ക് അയോഗ്യത കൽപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് അവർക്കിപ്പോഴും സ്ഥാനമാനങ്ങളും MLA സ്ഥാനവും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ഒക്കെ ഉള്ളത്? എന്തുകൊണ്ടാണ് സുഗതൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ മാത്രം അവർ രണ്ടുപേരും കൂടെ യോജിച്ച് നിന്ന് ചെയ്യുന്നത്? കാരണം സുഗതൻ BJP ആണ്. അപ്പോൾ BJPക്ക് ഒരു നിയമം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ നിയമം. അങ്ങനെയുള്ളൊരു കാര്യം ജനം അംഗീകരിക്കുമോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഓർത്തു നോക്കൂ. സസ്നേഹം, ശ്രീലേഖ.